Lisa. ഹലോ ഗൈസ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഗൈസ്. വേറെ ഒന്നല്ല, നമ്മളെ ഹെസൻ്റെ സ്കൂളിൽ നിന്ന് ആനുവൽ ഡേ ആണ്. അപ്പോൾ അത് പ്രമാണിച്ച് കുറേ പരിപാടിയും കാര്യങ്ങളൊക്കെ, കുട്ടികളെ ഡാൻസും പരിപാടിയും പാട്ടൊക്കെ ഉണ്ട് അവിടെ. നമ്മൾ ഇന്ന് ഹെസൻ്റെ പരിപാടി കാണാൻ വേണ്ടി പോകുന്ന കേട്ടോ. നമ്മളിപ്പോൾ മുണ്ടേരിന്ന് പിന്നെ ചക്കരക്കല്ലിലേക്ക് പോകാം. ഓളെ സ്കൂൾ ചക്കരക്കല്ലാണ്, AIMS അങ്ങനെ എന്തോ ആണ് സ്കൂളിൻ്റെ പേര്, ശരിക്കും ഓർമ്മയില്ല. അപ്പോൾ അവിടത്തേക്ക് നമ്മൾ പോകാൻ കേട്ടോ. അപ്പം എല്ലാം സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ വീഡിയോ കാണാം. ഹെസൻ്റെ ഫ്രണ്ട്സിൻ്റെയും സ്കൂളിലെ ഫ്രണ്ട്സിൻ്റെ ഒക്കെ പരിപാടി നമുക്ക് ഈ വീഡിയോയിൽ കാണാം കേട്ടോ. അപ്പോൾ വീഡിയോ കാണുന്നവരെ അപ്പോൾ കേസ് ഇതാ നമ്മൾ സ്കൂളിൻ്റെ കവാടത്തിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. AES ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ അഞ്ചരക്കണ്ടിയാണ് കേട്ടോ. അപ്പോൾ ആ നേരത്തെ എന്തോ AIS അങ്ങനെ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. എനിക്ക് അത്ര പിടിപാടില്ല ഈ സ്കൂളിൻ്റെ പേര് കേട്ടോ. നമ്മൾ പഠനമൊക്കെ നമ്മളെ നാട്ടിൽ അതുപോലെ തന്നെ വാരം ആ ഭാഗത്തായതുകൊണ്ടൊക്കെ എനിക്ക് ഈ സ്കൂളിൻ്റെ പേരിന് അത്ര വലിയ പരിചയമില്ല. അപ്പോൾ നമ്മൾ ഈ സ്കൂളിൻ്റെ ഫ്രണ്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ശരിക്കും ഹെസൻ്റെ സ്കൂൾ ഇതല്ല കേട്ടോ, ഇതിൻ്റെ ബേക്കിലുള്ള LP UP സ്കൂളാണ് കേട്ടോ. അപ്പോൾ അവർ പ്രോഗ്രാം ഇവിടെ വെച്ചെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മൾ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് NCC കുട്ടികളൊക്കെ നമ്മളോട് ഹായ് ഒക്കെ പറയുന്നുണ്ട് കേട്ടോ. ശരിക്കും ഹാള് കണ്ടിരുന്നാൽ ശരിക്കും ഷോക്കായി പോയി കേട്ടോ. ഇത്രയും വലിയ ഹാള് ഞാൻ എന്താ പറയുക സ്കൂളിലൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. നമ്മളെ സ്കൂളിലൊക്കെ ഓഡിറ്റോറിയം ഉണ്ട്, പക്ഷേ ഇത്രയും വീതിയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. ഇത് ഭയങ്കര അടിപൊളി ഹാളാണ്. പരിപാടി കുട്ടികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ മെയിനായിട്ട് വന്നത് ഹെസൻ്റെ പരിപാടി കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതും കഴിഞ്ഞ് അടുത്തൊരു പരിപാടിയും കഴിഞ്ഞിട്ടാണ് ഹെസൻ്റെ പരിപാടി കേട്ടോ. അപ്പോൾ ഹിനയും ബാപ്പയും ആടെ ഇങ്ങനെ വരുന്നത് നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. അവർ നമ്മളെ കണ്ടിട്ടില്ല. അപ്പോൾ ഹിനനെ ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നല്ല ബാക്കിലോട്ട് വന്നിട്ട് വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹിന നമ്മളെ ശ്രദ്ധിക്കുന്നേ ഇല്ല കേട്ടോ. മുച്ചി ഓൾറെഡി നമ്മളെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഹിനക്കൊരു നല്ലൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ മെല്ലെ സൈഡിലോട്ട് ഇങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഹിന പെട്ടെന്ന് ഉമ്പൂനെ കണ്ടൊരു ഭയങ്കര ഷോക്കായിട്ടോ. ഉമ്പു എന്ന് പറയുന്നത് എൻ്റെ ഭാര്യ മുപ്പിയാണ് കേട്ടോ. ഭയങ്കര ഇഷ്ടമാണ്, മാഷാ അല്ലാ. ഓക്ക് ഉമ്പു എന്ന് പറഞ്ഞാൽ ജീവനാണ് കേട്ടോ, ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഹാളിൽ ഇതാ അത്യാവശ്യം ചെയറൊക്കെ ബാക്കിയുണ്ട്. NCC കുട്ടികളും അതുപോലെ തന്നെ വളണ്ടിയേഴ്സൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഉമ്മ ഇന്നെ തട്ടിയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇതിനൊക്കെ അത്ര വലിയ കുരുത്തക്കൊടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഉമ്മ തട്ടി നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മളെ ഹെസൻ്റെ പരിപാടി തുടങ്ങാൻ ഇനി 2 പരിപാടി ബാക്കിയാണ് കേട്ടോ. അപ്പോൾ അതിന് മുന്നിലുള്ള പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതും കഴിഞ്ഞ് അടുത്തൊരു പരിപാടിയും കഴിഞ്ഞിട്ടാണ് കേട്ടോ ഹെസൻ്റെ പരിപാടി. അപ്പോൾ ഹെസ ഇതിൻ്റെ ബാക്കിൽ കോസ്റ്റ്യൂം ഇട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഹെസന് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ബാക്കിലേക്ക് പോയിട്ടാ. എന്നിട്ടാണ് ഒരു കാഴ്ച കണ്ടത്. എല്ലാം ഒരു അമ്മ പെറ്റ മക്കളെ പോലെ ഉണ്ട് കേട്ടോ. എല്ലാം ഒരേപോലെ കോസ്റ്റ്യൂമിൽ കാണാൻ എന്താ രസം എന്നറിയാം. ഹെസനെ കണ്ടിട്ട് മാഷാ അല്ലാ അടിപൊളിയായി കേട്ടോ, ഒരു രക്ഷയില്ല. നല്ല എന്താ പറയുക, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഹെസൻ്റെ ഈ കോസ്റ്റ്യൂമിൽ. എന്താ പറയുക, എനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല, അത്രയും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കുട്ടികളെല്ലാം എന്താ പറയുക, എല്ലാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു അമ്മ പെറ്റ മക്കളെ പോലെ തന്നെ ഉണ്ട് കേട്ടോ. അടിപൊളി കോസ്റ്റ്യൂംസ്, സൂപ്പർ. പിന്നെ എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ കാണുന്ന പോലെ കുട്ടികളെ വികൃതികളും നല്ല രസമുണ്ട് കേട്ടോ. കുട്ടികളൊക്കെ വീഡിയോസ് എടുത്ത് തരാൻ വേണ്ടിയിട്ട് നല്ല വൃത്തിയായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ നാണയോ കളിയോ ഒന്നുമില്ല കേട്ടോ. അപ്പോൾ ഈ നമ്മളെ മുച്ചിക്കൊരു ടാഗൊക്കെ കിട്ടിയിട്ടുണ്ട് വളണ്ടിയേഴ്സിൻ്റെ. അപ്പോൾ മുച്ചി ഭയങ്കര സംഭവമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു കുട്ടി വയ്ക്ക് ഇവിടുന്ന് 2 അപ്പുറം ഇപ്പുറം എന്തോ പറഞ്ഞ് അടിയുന്നുണ്ട്, ടീച്ചർ പിടിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര രസമായി. അപ്പോൾ കുട്ടികളൊക്കെ വീഡിയോ ഒക്കെ എടുത്തിട്ടാണ് ചമ്മലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട് വളരെ സ്മാർട്ടായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ പരിപാടി സ്റ്റേജിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു പരിപാടി കഴിഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഹെസൻ്റെ പരിപാടി. അപ്പോൾ ഹെസൻ്റെ ഡാൻസ് നമുക്ക് ഈ പരിപാടി കഴിഞ്ഞിട്ട് കാണാം.
ഡാൻസ് കണ്ടാ? ദീദിൻ്റെ ഡാൻസ് കണ്ടാ? നല്ല രസമുണ്ടാ? അടിപൊളി. എനിക്ക് കളിക്കണ്ട? ഡാൻസ് കളിക്കണ? എനിക്ക് ഡാൻസ് കളിക്കണ്ട? അതിനോ അങ്ങനെ എസ്സിൻ്റെ പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് എസ് കോസ്റ്റ്യൂമിൽ തന്നെ നമ്മളെ ബേക്കിലൂടെ കാണാൻ വന്നു കേട്ടോ. അപ്പോൾ ഞാൻ കൈയൊക്കെ കൊടുത്ത് കൺഗ്രാറ്റ്സ് ഒക്കെ പറഞ്ഞ് പരിപാടി അടിപൊളിയായെന്നൊക്കെ പറഞ്ഞിട്ട് നല്ല ഹാപ്പി ആക്കി കേട്ടോ. അപ്പോൾ ഇതാ എസ്സിനെക്കാളിയും ഹാപ്പി എസ്സിൻ്റെ അനിയത്തിക്ക് ഹിനക്കാന്ന് കേട്ടോ. ഓള് മാഷാള്ള അടിപൊളി ഹാപ്പി ആയിട്ട് നിൽക്കുന്നുണ്ട്. ബാക്കിൽ നിന്നൊക്കെ ഓള് പാട്ടൊക്കെ കേട്ടിട്ട് ഓൾ തന്നെ ഒറ്റയ്ക്ക് ഡാൻസും കാര്യങ്ങളൊക്കെ കളിക്കുന്നുണ്ട് കേട്ടോ. നല്ല രസമുണ്ട് ഓളെ കളിയാണ്. മാഷാള്ള അടിപൊളിയാണ്. അപ്പോൾ സ്റ്റേജിൽ പരിപാടിയൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഹിനക്കത്ര ബില്ല കുരുത്തക്കേടൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. മുച്ചി തട്ടീനും ഒരിടത്ത് നിൽക്കുന്നില്ല കേട്ടോ. ഈടുന്ന് പിടിക്കുമ്പോൾ അപ്പുറം പോകുന്നത്, അപ്പുറത്ത് പിടിക്കുമ്പോൾ ഇപ്പുറം വരുന്നത്, അതോ ഭയങ്കര വികൃതിയാണ് കേട്ടോ. ഒരിടത്ത് നിൽക്കുന്നില്ല. തൊട്ടടുത്തുള്ള കുട്ടികളെ പോയിട്ട് തോണ്ട അടങ്ങാറാക്കുക. ഇപ്പോൾ സ്റ്റേജിൽ കുട്ടികളെ പരിപാടിയൊക്കെ തകൃതിയായിട്ട് തിമൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എനിക്കെന്താ പറയുക, ആ ഫുൾ സോങ്ങിൽ എനിക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റില്ല. കോപ്പി റൈറ്റിൻ്റെ ഇഷ്യൂ വരുന്നതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ സോങ് ഇല്ലാണ്ട് അല്ലെങ്കിൽ സോങ് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തിയിട്ട് മാത്രമേ നമുക്ക് ഇടാൻ പറ്റും കേട്ടോ. അല്ലെങ്കിൽ ഇട്ട വീഡിയോനൊരു ഉപകാരം ഇല്ലാണ്ടായി. ഇപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. എങ്ങനെയുണ്ട് പരിപാടി? നിങ്ങൾ പറയേ, പരിപാടി എങ്ങനെയുണ്ട്? അടിപൊളിയായിനാ? പറയറാ, പറയേ. സൂപ്പറാ. അങ്ങനെ നമ്മൾ ഹോർലിക്സ് കുടിക്കാൻ വേണ്ടിയിട്ട് PTA പ്രസിഡൻ്റ് അല്ലെങ്കിലും നമ്മളെ മുർഷിദിൻ്റെ ഭാര്യ മുച്ചി നമ്മൾ ഹോർലിക്സ് കുടിക്കാൻ വേണ്ടി ക്യാൻറ്റീനിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുട്ടികളൊക്കെ അവിടെ നിന്ന് നല്ല അടിപൊളി ഹോർലിക്സ് ഒക്കെ കുടിക്കുന്നുണ്ട്. പെസ്സി ഇതിനൊക്കെ ഹോർലിക്സ് കുടിക്കാൻ വേണ്ടിയിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവർക്ക് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ശരിക്കും പിന്നെയാണ് മനസ്സിലായത് കുട്ടിക്ക് മാത്രം കുടിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ടീച്ചേഴ്സ് അറേഞ്ച് ചെയ്തതാണെന്ന്. അതിൽ ശരിക്കും നമ്മൾ കുടി കേട്ടോ. നമുക്ക് അറിയാണ്ട് കയറിപ്പോയത്. അതേപോലെ നമ്മളും ഹോർലിക്സും അതുപോലെ തന്നെ കേക്കൊക്കെ തിന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും നമുക്ക് അറിയില്ലായിരുന്നു. ഇതെൻ്റെ ഒരു ഫ്രണ്ടും കൂടിയാണ് കേട്ടോ. നമ്മൾ എസ്സിൻ്റെ ഫ്രണ്ടിൻ്റെ ബാപ്പയും കൂടിയാണ് കേട്ടോ. അപ്പോൾ ഇവരെല്ലാം പരിപാടി കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നേരെ മുമ്പിൽ തന്നെ രാത്രിത്തേക്കുള്ള ഫുഡ് ആക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നല്ല സ്മെല്ല് കണ്ടിട്ടും അതുപോലെ തന്നെ അവിടെ പൈനാപ്പിളൊക്കെ മുറിക്കുന്നത് കണ്ടിട്ട് എനിക്ക് തോന്നുന്നു നല്ല വെജിറ്റബിൾ ബിരിയാണി ആകാനാണ് സാധ്യത. അപ്പോൾ വെജിറ്റബിൾ ബിരിയാണിയാണ് കേട്ടോ രാത്രിത്തേക്ക് അവർ വെക്കുന്നത്. അപ്പോൾ അത് കഴിക്കാണെന്ന് നമുക്ക് സമയമില്ലേ. നമ്മളെ എസ്സിൻ്റെ ഡാൻസൊക്കെ കഴിഞ്ഞ് സ്കൂളിൽ പരിപാടിയൊക്കെ സെറ്റായല്ലേ? അടിപൊളിയായില്ലേ? അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ, എസ്സിൻ്റെ വീഡിയോ ഇഷ്ടമായില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക, സർപ്രൈസ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സർപ്രൈസ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ പറയും.